നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഓണപ്പരീക്ഷയ്ക്ക് എത്ര ചാപ്റ്ററുകളാണ് ഓരോ വിഷയങ്ങൾക്കും പഠിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ ചാനലിൽ നിന്ന് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ, +1 കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർവഹിക്കുക. എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും ഫുള്ള് നിങ്ങളുടെ ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടും. അന്നേരം നന്നായിട്ട് നിങ്ങൾ ഈ ക്ലാസ് സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, പക്ഷേ എല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് തന്നെയാണ്. ഓണപരീക്ഷ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ സെപ്റ്റംബർ 12-ാം തീയതി വരെയാണ് ഓണപരീക്ഷ. ഏതൊക്കെ ചാപ്റ്റർ? ഇന്ന് നമുക്ക് ആദ്യം ഫിസിക്സ് എടുക്കാം. ഫിസിക്സിൽ എത്ര ചാപ്റ്ററുകൾ പഠിക്കണം? ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. ഡിലീറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്, അതിനകത്ത് എററും ഒന്നും നമുക്ക് പഠിക്കേണ്ട. അങ്ങനെയുള്ള ടോപ്പിക്ക്, എറർ എന്ന് പറയുന്ന ടോപ്പിക്കേ പഠിക്കേണ്ട. പിന്നെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, അത് റിലേറ്റീവ് വെലോസിറ്റി ഒന്നും പഠിക്കേണ്ട. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ 2ാമത്തെ ചാപ്റ്റർ. മോഷൻ ഇൻ പ്ലെയിൻ 3ാമത്തെ ചാപ്റ്റർ. 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഇതുവരെയാണ് ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ 99% ഉറപ്പിക്കാം. ലോസ് ഓഫ് മോഷൻ 4 ചാപ്റ്റർ നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിരിക്കണം. ഓണപ്പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ് നിങ്ങൾ കണ്ടതുപോലെ ഒന്നും അല്ല. നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഓണപ്പരീക്ഷ. കാരണം ക്രിസ്മസ് പരീക്ഷ ആണെങ്കിൽ 9 ചാപ്റ്ററും 10 ചാപ്റ്ററും ഒക്കെ ആകുമ്പോഴത്തേന് അത്രയും പഠിക്കേണ്ടി വരും. മാർക്ക് എന്നാൽ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും. ഇതിപ്പം 4 ചാപ്റ്റർ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. അന്നേരം അടുത്ത വിഷയം, അടുത്ത എത്ര ചാപ്റ്റേഴ്സ് വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്.